നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11, 2025 വെള്ളി. അങ്ങനെ ഇന്നും നമ്മുടെ മാർക്കറ്റില് നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുറച്ച് ഏറെ ട്രേഡിംഗ് സെക്ഷനിലായിട്ട് കൺസോളിഡേഷൻ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊക്കെ വിപരീതമായിട്ട് മാർക്കറ്റില് കൺസോളിഡേഷൻ കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായില്ല. ഇന്ന് നമ്മുടെ ലീഡിംഗ് ഇൻഡസ്ട്രീസ് ആയ സെൻസെക്സും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒക്കെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ പ്രധാനമായിട്ടും കാരണമായത് 4 കാരണങ്ങളാണ്. അവയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നിഫ്റ്റിയില് TCS, ബജാജ് ഓട്ടോ, M&M, ഹീറോ മോട്ടോർ കോർപ്പ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിട്ടപ്പോൾ HUL, SBI ലൈഫ് ഇൻഷുറൻസ്, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ് ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും മോശമായ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുക ഉണ്ടായത്. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും 0.6% ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് സെക്ടർ വൈസില് ആകെ FMCG സെക്ടറാണ് പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. 0.5% നേട്ടത്തോടുകൂടി. തത്സമയം ഫാമ 0.7% ഇടിവും മറ്റെല്ലാ ഇൻഡസ്ട്രീസും നിഫ്റ്റി IT, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി, ടെലകോം തുടങ്ങിയ സെക്ടറുകൾ 1%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി IT ഒക്കെ 2%-നടുത്ത് നഷ്ടം രേഖപ്പെടുത്തിയാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നിഫ്റ്റിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയില് 854 കമ്പനികൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. തത്സമയം 1775 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 16 പൈസയുടെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 85.80 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇന്നലെ വന്ന TCSന്റെ Q1 റിസൾട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല റിപ്പോർട്ടുകളിലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയുണ്ടായി. നിഫ്റ്റി 50യിലും നിഫ്റ്റി IT ഇൻഡെക്സിലും TCS ആണ് Q1 റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ കമ്പനി ഈ പ്രാവശ്യത്തെ. സോ TCSന്റെ റിസൾട്ട് തൽഫലമായിട്ട് TCSന്റെ റിസൾട്ട് Q1കളുടെ ആരംഭത്തില് നമ്മുടെ മാർക്കറ്റിന്റെ ഈ പ്രാവശ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ പ്രതിഫലിക്കുകയുണ്ടായി. അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് കാര്യമായി തന്നെ ബാധിച്ചു. ഇന്നലത്തെ മോശമായ റിസൾട്ടിനെ തുടർന്ന് നമ്മൾ കണ്ടു ഇന്നലെ US IT സ്റ്റോക്സ് ആയ ഇൻഫോസിസും വിപ്രോ ADRs ഒക്കെ 4%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട്. അതിന് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിച്ചു. TCS മാത്രം ഇന്ന് 2.5% ഇടിവ് രേഖപ്പെടുത്തി. രണ്ടാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് നയിച്ചത് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങള് നിക്ഷേപകരിൽ ഉണ്ടാക്കിയ ആശങ്ക തന്നെയാണ്. ഇന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരുന്നു രാവിലെ US ഫ്യൂച്ചർ, ഡോ ജോൺസ് ഫ്യൂച്ചർ 200-ലേറെ പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നതെന്ന്. സോ അതിന് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിച്ചു. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ കാനഡയ്ക്ക് എതിരെ 35% താരിഫ് ഇമ്പോർട്ട്സിൽ പ്രഖ്യാപിക്കുക ഉണ്ടായി. അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ പുതിയ ഒരു അറിയിപ്പ് വന്നു. ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറാത്തത് അവർക്കെല്ലാം കൂടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് താരിഫ് നയം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതൊക്കെ രാജ്യത്തിന് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറിയിട്ടില്ലയോ ആ രാജ്യങ്ങൾക്കൊക്കെ ഓഗസ്റ്റ് 1 മുതൽ 15% മുതൽ 20% വരെ ഇമ്പോർട്ട്സിന് കണക്കാക്കും എന്ന്. പക്ഷെ ഇത് നിക്ഷേപകരിലും ആ രാജ്യങ്ങളിലും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ നിലനിൽക്കുന്ന താരിഫിന് മുകളിലാണോ ഈ 15 അല്ലെങ്കിൽ 20% വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന താരിഫിൽ നിന്നും കുറച്ചിട്ടാണോ ഈ 15 അല്ലെങ്കിൽ 20% നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടില്ല. സോ അതുകൊണ്ട് നിക്ഷേപകരും മാർക്കറ്റും കൺഫ്യൂസ്ഡ് ആണ്. മൂന്നാമതായിട്ട് ഇന്നലെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു റഷ്യക്കെതിരെ അടുത്തു തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രഖ്യാപനം വരുന്നു എന്നുള്ളത്. അത് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെ ഒക്കെ പ്രൈസിൽ വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തു, ഇൻക്ലൂഡിംഗ് ഗോൾഡ്. നമ്മൾ കണ്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ട്. റഷ്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളുടെ മേല്
200% അഡീഷണൽ താരിഫ് ചുമത്തുമെന്ന്. കാരണം റഷ്യയുടെ ഓയില് മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങുന്നത് മൂലം ഈ കാര്യമാണോ ഇനി ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇന്ന് നിക്ഷേപകരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിച്ചു. കാരണം ഈ വീക്കെൻഡിൽ എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 200% ടാക്സ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ റഷ്യക്കെതിരെ കൂട്ടുക, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ ഏൽപ്പിക്കുക എന്നത് വലിയ ഗ്ലോബൽ ഇമ്പാക്ട് തന്നെ അതിന് ക്രിയേറ്റ് ചെയ്യും. അതും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയിട്ടുണ്ട്. നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചത് സെബിയുടെ ഭാഗത്ത് നിന്നും ഓപ്പറേറ്റേഴ്സിനെതിരെ, പമ്പ് ആൻഡ് ഡംപിനെതിരെ വന്ന ആക്ഷൻസ് തന്നെയാണ്. പുതിയ റിപ്പോർട്ടുകൾ NDTV പ്രോഫിറ്റ് പുറത്തുവിടുന്നത് പ്രകാരം 200 പ്രൈവറ്റ് ലിസ്റ്റഡ് കമ്പനികൾക്കെതിരെ സെബിയുടെ ലാർജ് സ്കെയിൽ പമ്പ് ആൻഡ് ഡംപ് സ്കീം പ്രകാരം ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരാഴ്ചയായിട്ട് അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ, എസ്പെഷ്യലി നിഫ്റ്റിയുടെയൊക്കെ വീക്കിലി ഓപ്ഷൻസിൽ ഫാർ അവേ OTMസിൽ പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലൊക്കെ പ്രീമിയം ബൈ ചെയ്യുന്നവർക്കും സെല്ല് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഇന്ത്യ വിക്സ് ലോ ആയതുകൊണ്ട് തന്നെ പ്രീമിയംസ് അട്രാക്റ്റീവ് അല്ല. ബൈ ചെയ്യുന്നവർക്കോ പ്രൈസിൽ വലിയ ആക്ഷൻസ് അല്ലെ വോൾട്ടാലിറ്റി സംഭവിക്കാത്തത് കൊണ്ട് അവർക്കും നഷ്ടം സംഭവിക്കുന്നു. സോ ഈ ഒരാഴ്ച വലിയ റിസ്ക് എടുക്കാത്ത ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. സോ സെബിയുടെ ഈ ആക്ഷൻ സ്വാഭാവികമായിട്ടും വോളിയത്തെ കുറച്ചിട്ടുണ്ട്. സോ അത് ലിക്വിഡിറ്റിയെയും ബാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് പ്രധാനമായിട്ടും ഇടിഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് BSE സ്റ്റോക്കുകൾ 4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം റിപ്പോർട്ടുകൾ വരികയുണ്ടായി. സെബി BSEയിലേക്കും ജെയിൻ സ്ട്രീറ്റിനെതിരെയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതിനെ തുടർന്നാണ് ഇന്ന് BSE സ്റ്റോക്കിലും ഇന്ന് ഇടിവ് കണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു SBI 25,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ജൂലൈ 16-ന് ബോർഡ് മീറ്റിംഗ് ചേരുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബിറ്റ് കോയിനിൽ ഹ്യൂജ് റൈസ് ആണ് കാണുന്നത്. ബിറ്റ് കോയിൻ $1,16,000 എന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 12 മാസങ്ങൾ കൊണ്ട് ബിറ്റ് കോയിൻ 102% വളർച്ച കൈവരിക്കുക ഉണ്ടായി. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ, നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്ന് ഇന്ത്യ വിക്സ് പല സമയങ്ങളിലും 12 എന്ന ലെവലിന് മുകളിൽ പോയെങ്കിൽ കൂടിയിട്ടും നേരിയ ഒരു ഉണർവോടെ 1.2% ഉയർച്ചയോടുകൂടി 11.81 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിലുണ്ടായ ഇടിവിനെ തുടർന്ന് തന്നെയാണ്. സോ ഇന്നത്തെ ഇടിവോട് കൂടിയിട്ട് സെൻസെക്സിന് 700 പോയിന്റുകളുടെ അടുത്തും ഈ നിഫ്റ്റിക്ക് 25,150 എന്ന ലെവലിന് താഴെയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലൊക്കെ 0.4% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സൂസ്ലോൺ എനർജി മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് ബൈക്കോൾ നൽകുകയുണ്ടായി. ടാർഗറ്റ് പ്രൈസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 82 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും പറഞ്ഞിട്ടുണ്ട്. 24% അപ്സൈഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. HUL പ്രിയ നായർ കമ്പനിയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. തൽഫലമായി സ്റ്റോക്കിൽ ഇന്ന് 4% റാലിയും കണ്ടു. ആനന്ദരതി വെൽത്ത് Q1 റിസൾട്ടില് 28% വളർച്ച പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 94 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കമ്പനിയുടെ റവന്യൂ 16% വളർച്ച രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജി Q1 റിസൾട്ടിന്റെ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് 45% ഉയർച്ച കമ്പനിയുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റിയിൽ വർദ്ധിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ സ്റ്റോക്ക് ഇന്ന് 10% അപ്പർ സർക്യൂട്ട് നൽകിക്കൊണ്ട് 52 വീക്ക് ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. ഇതിന് കാരണം കമ്പനിയുടെ സബ്സിഡറിയായ ഇച്നൂസ് ഗ്ലെൻമാർക്ക് ഇന്നോവേഷന് US-ൽ നിന്നും $700 മില്യന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് മരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഡീൽ നടന്നതിനെ തുടർന്നാണ്. മെറ്റ ഇൻഫോടെക് IPO ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ 40% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. സി എന്റർടൈൻമെന്റ് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരുന്നു. സ്റ്റോക്കിൽ ഇന്ന് 6% ഫോൾ രേഖപ്പെടുത്തി. കാരണം ഫൗണ്ടിംഗ് ഫാമിലി സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിനെ ഷെയർ ഹോൾഡേഴ്സ് എതിർത്തതിനെ തുടർന്നാണ്. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡ് ഒക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. മഴയൊക്കെയാണ്, ശ്രദ്ധിക്കുക. ഏവർക്കും ശുഭരാത്രി നേരുന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.